കേന്ദ്ര സർക്കാരിനെതിരെ കൂടുതൽ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ സഖ്യമാണ്. അതിൽ കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസുമാണ് മുൻനിരയിലുള്ളത്. പക്ഷെ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ അനുസരിച്ച് മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് BJP-യിലേക്ക് ലയിക്കുമെന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. അതിലെന്താണ് ചേട്ടൻ്റെ ഒരു സമീപനം, അല്ലെങ്കിൽ അതിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ളത് എങ്ങനെയാണ് ചേട്ടൻ നോക്കിക്കാണുന്നത്? എന്തായാലും BJP ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിരുന്നു 2014-ലും. അതോടൊപ്പം തന്നെ കേവല ഭൂരിപക്ഷം കടന്നിരുന്നു. 2014-ലായാലും 2019-ലായാലും 272 സീറ്റ് കടന്നിരുന്നു. മറിച്ച് ഇപ്പോൾ BJPക്ക് ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷമില്ല. കാരണം തുടക്കത്തിൽ നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ വലിയ പ്രചരണം നടത്തിയിരുന്നു. 400 സീറ്റ് നേടി തങ്ങൾ വീണ്ടും അധികാരത്തിൽ വരുമെന്നായിരുന്നു മോദി ഉൾപ്പെടെയുള്ളവർ അവകാശപ്പെട്ടിരുന്നെങ്കിലും അവസാന ഘട്ടത്തിൽ 240-ലേക്ക് BJP ചുരുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ BJP ഭരണം നടത്തുന്നത് TDP ആണ്. ചന്ദ്രബാബു നായിഡുവിന്റെയും അതോടൊപ്പം തന്നെ നിതീഷ് കുമാറിന്റെ JDU-വിന്റെ ബീഹാറിൽ നിന്നുള്ള സഖ്യത്തോടു കൂടിയാണ് BJP ഭരണത്തിലെത്തുന്നത്. കാരണം അവർ കാലുവാരുകയാണെങ്കിൽ എന്തായാലും ഈ സർക്കാർ താഴെ വീഴുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അതിനാൽ തന്നെയാണ് BJP നിതീഷ് കുമാർ അറിയാമല്ലോ, ചിലപ്പോൾ NDA-യിലേക്കും അതോടൊപ്പം തന്നെ കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്ന നിരന്തരം മാറുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ്. അതിനാൽ തന്നെ BJPക്ക് അദ്ദേഹത്തിൽ സംശയം ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. ചിലപ്പോൾ അടുത്ത വർഷം ബീഹാർ തെരഞ്ഞെടുപ്പ് വരികയാണ്. അപ്പോൾ ആ ബീഹാർ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എന്തെങ്കിലും സീറ്റ് തർക്കമോ മറ്റോ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അദ്ദേഹം ചിലപ്പോൾ BJPയുടെ സഖ്യം വിടാനുള്ള സാഹചര്യം ഉണ്ടായി. പക്ഷേ ചന്ദ്രബാബു നായിഡു അങ്ങനെയല്ല, വലിയ BJPയോടൊപ്പം ഉറച്ചു നിൽക്കാനാണ് സാധ്യത. കാരണം അവിടെ OSR കോൺഗ്രസ് ആയിരുന്നു മുൻപ് ഭരണം നടത്തിയിരുന്നത്. ആ OSR കോൺഗ്രസ് ഭരണം നടത്തിയിരുന്നപ്പോൾ ഈ ചന്ദ്രബാബു നായിഡുവിനെ ജയിലിൽ അടയ്ക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി. അപ്പോൾ ഇനി ചന്ദ്രബാബു നായിഡു ആന്ധ്രാപ്രദേശിൽ തിരിച്ചു വരില്ല എന്നായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. പിന്നീട് BJPയുമായി സഖ്യം കൂടുകയും പിന്നീട് അധികാരത്തിൽ എത്തുകയാണ് ചെയ്തത്. ആന്ധ്രാപ്രദേശിൽ വലിയ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം അധികാരത്തിലെത്തിയത്. അദ്ദേഹം അവിടെ എന്തായാലും മുഖ്യമന്ത്രി ആയിരിക്കാനാണ് ശ്രമം നടത്താനുള്ള സാധ്യതയുള്ളൂ. അല്ലാതെ ഇനി കേന്ദ്രത്തിൽ ഇത്തരം ഒരു സമ്മർദ്ദം ചെലുത്തി സർക്കാരിനെ മറിച്ചിടാൻ എന്തായാലും ചന്ദ്രബാബു നായിഡു ശ്രമിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ നിതീഷ് കുമാർ അങ്ങനെയല്ല. അദ്ദേഹത്തിന് വലിയ രാഷ്ട്രീയ മോഹങ്ങളുണ്ട്. അദ്ദേഹം അനാവശ്യമായി പലപ്പോഴും എതിർചേരിയിലേക്ക് നിരന്തരം മാറുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഒരു മുൻകരുതൽ എന്ന രീതിയിലാണ് BJP ഇപ്പോൾ കൂടുതലായി തൃണമൂൽ കോൺഗ്രസിലേക്ക് അടുക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ബംഗാൾ ഇലക്ഷനിൽ BJPയേക്കാൾ വലിയ മുന്നേറ്റം ഉണ്ടാക്കുവാൻ തൃണമൂൽ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ട്. അതിനു മുൻപുള്ള തെരഞ്ഞെടുപ്പിൽ 22 സീറ്റാണ് തൃണമൂൽ കോൺഗ്രസ് നേടിയതെങ്കിൽ ഇപ്പോൾ അതിനേക്കാൾ സീറ്റിന്റെ എണ്ണം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 28 സീറ്റിലേക്ക് BJPയേക്കാൾ അവിടെ വളരാൻ തൃണമൂൽ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ എല്ലാ കാലത്തും BJPയെ വലിയ രീതിയിൽ എതിർക്കുന്ന ഒരു പാർട്ടിയാണ് തൃണമൂൽ കോൺഗ്രസ്. അങ്ങനെ പറയുമ്പോഴും 1998-ലും 2006 വരെ BJPയോടൊപ്പം ഉണ്ടായിരുന്ന ഒരു പാർട്ടിയാണ് തൃണമൂൽ കോൺഗ്രസ്. അതിനാൽ തന്നെ അവർക്ക് ഈ പാർട്ടിയോട് BJPയുടെ സഖ്യവുമായി യോജിച്ച് പ്രവർത്തിക്കാനും പ്രശ്നമുള്ള, കാരണം മുൻപ് തന്നെ അവരുടെ ചരിത്രമുണ്ടല്ലോ, BJPയുമായി അടുത്ത് പ്രവർത്തിച്ച ചരിത്രമുണ്ട്. അപ്പോൾ എന്തെങ്കിലും കേന്ദ്രമന്ത്രിസ്ഥാനമോ മറ്റോ നൽകുകയാണെങ്കിൽ അവർ ഇങ്ങോട്ട് വരാനുള്ള സാധ്യതയുമുണ്ട്. പക്ഷെ BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ ഗുണം ചെയ്യുന്ന ഒരു ഇതാണ്. കാരണം ഇവർക്ക് ഒറ്റയ്ക്ക് തന്നെ 28 സീറ്റുണ്ട് ബംഗാളിൽ. പിന്നെ രാജ്യസഭയിലും 12 സീറ്റ്, അങ്ങനെ 40ഓളം സീറ്റുകൾ ഈ പാർട്ടിക്ക് മാത്രമുണ്ട്. 40 MP എന്ന് പറയുമ്പോൾ അത് വലിയൊരു സംഖ്യയാണ്. BJP നിലവിലും സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ 240 അതോടൊപ്പം തന്നെ ഈ 28 കൂട്ടുമ്പോൾ തന്നെ 68ആയി. പിന്നെ ഒരു 4 സീറ്റിന്റെ കുറവായിരിക്കും കേവല ഭൂരിപക്ഷത്തിനുള്ളത്. അതിനാൽ തന്നെ BJP ഇപ്പോൾ അതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. നമുക്കറിയാം, എല്ലാ കാലത്തും കേന്ദ്ര സർക്കാർ ഭരിക്കുമ്പോൾ ആ കേന്ദ്ര സർക്കാരിന്റെ ആശയങ്ങളും ആ പ്രവർത്തനങ്ങളും സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ സഹായിക്കുന്ന ഗവർണർ വഴിയാണ്. BJPയും തൃണമൂൽ കോൺഗ്രസും തമ്മിൽ അവിടെ സംഘർഷങ്ങൾ നടക്കുന്ന ഒരു പ്രദേശമാണ് ബംഗാൾ. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് മുൻപ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെല്ലാം BJPയും തൃണമൂലും തമ്മിൽ ആക്രമണം ഉണ്ടാകുന്നു, സംഘർഷം ഉണ്ടാകുന്നു. ഇരുചേരിയിലും കുറേ പേർ മരണപ്പെടുന്ന ഒരു സാഹചര്യം വരെ ഉണ്ട്. അതിനെ തുടർന്നായിരുന്നു ഇപ്പോൾ അവിടുത്തെ ഗവർണർ ഒരു മലയാളിയാണ്, ആനന്ദ ബോസ്. അപ്പോൾ ആനന്ദ ബോസും തൃണമൂൽ കോൺഗ്രസും തമ്മിൽ തുടക്കത്തിൽ തന്നെ തെറ്റിയിരുന്നു. അവിടെ നമുക്കറിയാം, എപ്പോഴും അങ്ങനെയാണല്ലോ, കേന്ദ്ര സർക്കാരിന്റെ ഭാഗമായി വരുന്ന ഗവർണറും സംസ്ഥാനത്തെ സർക്കാരും തമ്മിൽ ഇപ്പോൾ കേരളത്തിൽ കാണുന്ന അതിനേക്കാൾ രൂക്ഷമാണ് അവിടുത്തെ പ്രശ്നങ്ങൾ. ആനന്ദ ബോസും മമതാ ബാനർജിയും തമ്മിൽ വലിയ പ്രശ്നങ്ങൾ, അത്തരം ഈ പരസ്പരം വെല്ലുവിളിക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ട്.
ഇപ്പോൾ BJP-യോട് അടുക്കുന്നു എന്ന് പറയുന്നതിന് ഒരു കാരണം ഈ ആനന്ദ് ബോസിന്റെ ചില പ്രവൃത്തികളാണ്. അദ്ദേഹം ഈ തർക്കങ്ങളെല്ലാം മാറ്റിവെച്ച് ഇപ്പോൾ രണ്ടുപേരും ഒരുമിച്ച് പോകുകയാണ്. ഇപ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നു. ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഈ MLA-മാരെ സത്യപ്രതിജ്ഞയിലെല്ലാം ഇവർ ഒരുമിച്ച് കൈകൊടുത്ത് നിൽക്കുകയാണ്. അങ്ങനെ ആ രീതിയിൽ ഒരുമിച്ചുള്ള യാത്രയിലാണ് ഇപ്പോൾ ആനന്ദ് ബോസിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. ഇങ്ങനെ ഒരു ശ്രമത്തിന് കാരണം അത് കേന്ദ്ര സർക്കാരിൻ്റെയും അതോടൊപ്പം തന്നെ BJP-യുടെ ചില കേന്ദ്ര നേതാക്കളുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരം പ്രശ്നങ്ങളിൽ ഈ ഒരു സമാധാനം ഉണ്ടായതെന്നാണ് പുറത്തു വരുന്ന വിവരം. കാരണം ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ നിതീഷ് കുമാർ പാർട്ടി മാറി പോവുകയാണെങ്കിൽ, കാരണം അടുത്ത് തന്നെ ഈ ബീഹാറിൽ ഇലക്ഷൻ വരാനിരിക്കുകയാണ്. അടുത്ത 25 തന്നെ സംസ്ഥാനത്ത് ഇലക്ഷൻ വരും. അങ്ങനെ ഇലക്ഷൻ വരികയാണെങ്കിൽ ചിലപ്പോൾ തർക്കം ഉണ്ടാക്കാം. തർക്കത്തിന്റെ ഭാഗമായി നിതീഷ് കുമാർ മറുചേരിയിലേക്ക് പോകുകയാണെങ്കിൽ BJP-ക്ക് മറ്റൊരു വഴി ഇപ്പോഴേ അവർ കണ്ടെത്തുകയാണ്. അതിന്റെ പ്രവർത്തനവുമായാണ് അവർ മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ ഈ MP-മാർ വന്നാൽ ഇവർക്ക് പ്രയോജനപ്പെടും. ഇപ്പോൾ എന്തായാലും 5 വർഷം എന്തായാലും ഭരിച്ചല്ലേ പറ്റൂ. എങ്ങനെയായാലും പ്രത്യേകിച്ച് ഇന്ത്യ സഖ്യത്തിലും അങ്ങനെ കാത്തിരിക്കണം. അവർക്കിപ്പോൾ 230ഓളം സീറ്റുണ്ട്. അപ്പോഴേക്കും നിതീഷ് കുമാറും മറ്റു ചെറുകക്ഷികളും ഇങ്ങോട്ട് വരികയാണെങ്കിലും അവർക്കും അധികാരത്തിലെത്താനുള്ള സാധ്യത രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നുണ്ട്. പക്ഷെ എന്തായാലും ഈ മമതാ ബാനർജിയെ ഇങ്ങോട്ടെത്തിച്ച് തങ്ങളുടെ ശക്തി കൂടുതൽ വർദ്ധിപ്പിക്കാനാണ് ശ്രമം. അതോടൊപ്പം തന്നെ ഈ കേന്ദ്രം BJP ഇപ്പോൾ ഭരിക്കുകയാണെങ്കിലും പല പ്രധാനപ്പെട്ട ബില്ലുകളും പാസ്സാക്കണമെങ്കിൽ ഈ ഒരു സംഖ്യ വേണം, ഭൂരിപക്ഷം വേണം, 272 എന്ന ഭൂരിപക്ഷം വേണം. അതിനും ഇനി നടപ്പിലാക്കണമെങ്കിൽ ഈ മമതാ ബാനർജിയുടെ പിന്തുണയും BJP-ക്ക് ഉപകാരപ്പെടും. കാരണം മുൻകാലങ്ങളിൽ BJD ഒറീസയുടെ അവിടെ ഭരണം നടത്തിയിരുന്ന ഒരു BJD ഉണ്ടായിരുന്നു. BJD പണ്ട് ഇത്തരം ബില്ലുകൾ പാസ്സാക്കാനായി BJP-യെ സഹായിച്ചിരുന്നു. ഇന്ന് BJD-യെ പൂർണ്ണമായി തന്നെ BJP വിഴുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കഴിഞ്ഞ ഇലക്ഷനിൽ ഒറീസയിൽ BJP അധികാരത്തിൽ വരികയാണ്. പണ്ട് അവിടെ ഭരിച്ചിരുന്നത് നവീൻ പട്നായിക്കിന്റെ നേതൃത്വത്തിൽ BJD ആയിരുന്നു. പിന്നീട് BJD-യും ഇപ്പോൾ അവിടെ BJP അധികാരത്തിൽ കയറിയതിനു ശേഷം ഇപ്പോൾ രണ്ടുപേരും രണ്ട് ചേരിയിലാണ്. BJP-യെ സഹായിക്കാൻ എന്തായാലും BJD തയ്യാറാകുന്നില്ല. അതിന് സമാനമായ രീതിയാണ് ആന്ധ്രാപ്രദേശിൽ YSR കോൺഗ്രസും പല ബില്ലുകളും വരുമ്പോൾ BJP-ക്ക് അനുകൂലമായി നിന്ന് വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അവിടെ ഭരണം നടത്തുന്ന BJP-യും TDP-യും തമ്മിലുള്ള സഖ്യമാണ്. അതിനാൽ തന്നെ അവിടുത്തെ പ്രതിപക്ഷ പാർട്ടിയായ YSR കോൺഗ്രസ് ഇപ്പോൾ BJP-ക്ക് എതിരായിട്ടുണ്ട്. അങ്ങനെ പല പാർട്ടികളും BJP-യിൽ നിന്നും വിട്ടുനിൽക്കുക. കാരണം അവർ പരാജയം സംഭവിച്ചുകൊണ്ടാണ്. അവർ MLA-മാരും MP-മാരിലും ഇപ്പോൾ വലിയ കുറവ് സംഭവിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ അവരെ കൊണ്ട് BJP-ക്ക് അങ്ങനെ വലിയ ഉപകാരമൊന്നുമില്ല. അപ്പോൾ ഏറ്റവും വലിയ ശക്തിയായിട്ട് നിൽക്കുന്ന തൃണമൂൽ കോൺഗ്രസിനെ BJP-യുടെ ഭാഗമാക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ചിലപ്പോൾ BJP-യിലേക്ക് വരാനുള്ള സാധ്യത പ്രധാനമായി കാണുന്നത് തൃണമൂൽ കോൺഗ്രസിന്റെ ഇപ്പോൾ യുവ നേതാവ് അഭിഷേക് ബാനർജിയാണ്. അഭിഷേക് ബാനർജിക്കെതിരെ ED കേസുകളും പല CBI കേസുകളും ഉണ്ട്. അദ്ദേഹത്തിനെതിരെ വലിയ അന്വേഷണം നടക്കുന്നുണ്ട് CBIയുടെ ഭാഗത്ത് നിന്ന്, ED-യുടെ ഭാഗത്ത് നിന്ന്. അത്തരം കേസുകളെല്ലാം ഇപ്പോൾ ഒതുക്കി തീർക്കുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. അതിനുള്ള പ്രധാന കാരണം ഇതാണ്, BJP-യിലേക്ക് വഴിയൊരുക്കുക. അത്തരം കേസുകൾ ഒഴിവാക്കി BJP-യിലേക്ക് ഒരുക്കാനുള്ള ശ്രമവും തൃണമൂൽ കോൺഗ്രസിന്റെ അവരെ എത്തിക്കാനുള്ള ഒരു ശ്രമമായി നടക്കുന്നുണ്ട്. മറിച്ച് ഇപ്പോൾ എന്തായാലും 5 വർഷത്തെ ഭരണത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ ഇപ്പൊ തുടക്കത്തിൽ തന്നെ അവരെ എത്തിക്കാനാണ് BJP ശ്രമിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റു പാർട്ടികളെയും BJP കൂടുതലായി തങ്ങളുടെ ഭാഗത്ത് എത്തിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ ഈ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇത് വലിയ തിരിച്ചടിയാണ്. തങ്ങളുടെ ഭാഗത്ത് നിന്നും ഇപ്പോൾ തന്നെ ഇന്ത്യ സഖ്യത്തിൽ പല പ്രശ്നങ്ങളുണ്ട്. അത് ഉത്തർപ്രദേശിൽ നോക്കുകയാണ്, SP-യുമായി എല്ലാം വലിയ തർക്കമുണ്ട്. SP-യുമായി ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് കോൺഗ്രസ് സീറ്റ് ആവശ്യപ്പെട്ടെങ്കിൽ അത് നൽകാൻ SP തയ്യാറായിട്ടില്ല. അതോടൊപ്പം തന്നെ അവരോടൊപ്പം ചേർന്ന് പ്രവർത്തിപ്പിക്കാൻ കോൺഗ്രസിനെ എല്ലാ കാലത്തും ഏതെങ്കിലും പാർട്ടികൾ കൂടെ കൊണ്ടുപോകുമ്പോൾ അവർക്ക് തലവേദനയാണ് ഉണ്ടാകാറുള്ളത്. കാരണം ഇവർക്ക് കേഡർ സംവിധാനമില്ല. ഇവരുടെ അണികൾ എതിർ പാർട്ടിക്ക് വോട്ട് ചെയ്യില്ല. ഒരു സഖ്യമായി മത്സരിക്കും. മഹാരാഷ്ട്രയിൽ അത് കണ്ടതായിരുന്നു. ശിവസേനയും കോൺഗ്രസും തമ്മിൽ മത്സരിക്കുകയാണ്. എന്തായാലും ഇവർ പരസ്പരം വോട്ട് ചെയ്യില്ല. അങ്ങനെയായിരുന്നു വലിയ തകർച്ചയിലേക്ക് പോകുന്നത്. അത് എല്ലാ സംസ്ഥാനങ്ങളിലും ഇപ്പൊ ഇന്ത്യ മുന്നണി വലിയ തലവേദനയായി മാറിയിട്ടുണ്ട്. മഹാരാഷ്ട്രയിൽ നോക്കുമ്പോൾ അറിയാം, ശിവസേന NCP-യും കോൺഗ്രസും പല ചേരികളായി തിരിയുന്നു. പിന്നീട് നാം ഉത്തർപ്രദേശിൽ സൂചിപ്പിച്ചു,
പിന്നെ ഡൽഹിയിൽ AAP-യുമായി സഖ്യം ഇപ്പോൾ അങ്ങനെ സുഗമമായല്ല ഇവരുടെ യാത്ര. പണ്ട് ഡൽഹിയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർ ഒരുമിച്ച് മത്സരിച്ചെങ്കിൽ ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരുമിച്ച് മത്സരിക്കാനുള്ള സാധ്യത കുറവാണ്. എന്തായാലും ഇന്ത്യയിൽ പുതിയ സഖ്യങ്ങൾ രൂപപ്പെടുകയാണ്. അത് ഇന്ത്യ മുന്നണി കൃത്യമായി അത് മുന്നോട്ട് കൊണ്ടുപോയില്ലെങ്കിൽ അടുത്തു വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി എന്ന സംവിധാനം തന്നെ ഇന്ത്യയിൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്.